നിന്റെ അവിടെ സെക്യൂരിറ്റി ഒന്നുമില്ല, ആരെയും വായി നോക്കികളൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടണേ. വായി നോക്കിയപ്പോ ഹലോ ഹലോ ഹലോ, നിങ്ങളെ തന്നെ ഉദ്ദേശിച്ച എന്ത് ചോദിക്കാതെ പറയാണ്ട് ഇങ്ങനെ കേറി വരണ ആരാ നിങ്ങള്? ആ എക്സ്ക്യൂസ് മീ, ഒരു ചെറിയൊരു വിഷയം നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളെടുത്ത് അവതരിപ്പിക്കുക, തിരിച്ചു പോയിക്കോളാം കേട്ടോ. എന്ത് ആ വർത്താനം അത് മോശം. അല്ല എന്ത് വിഷയം? ആളെ കാണുന്ന പോലൊന്നുമല്ല, ഞാനൊരു സമ്പന്നനാണ്. കണ്ടാ പറയത്തില്ല. 2 ബംഗ്ലാവ്, ഒരു കാറ്, ആഹാ. പക്ഷെ ഒരു വിലയില്ല. അതന്നെ ഞങ്ങളും പറഞ്ഞ ഒരു വില തോന്നുന്നില്ല. അല്ല ഒരു കാര്യം ചെയ്യും, ഈ കാറും ബംഗ്ലാവും ഒക്കെ OLX ഇടും, നല്ല വില കിട്ടും കാര്യമായിട്ട് അല്ലേ? അതല്ല, പിന്നെ ഭാര്യയുടെ മുമ്പിൽ എനിക്കൊരു വിലയില്ല. നിങ്ങൾക്ക് വിലയില്ല. ആ ഒരു നല്ല തുക എഴുതിയിട്ട് ഈ ഷർട്ടിന്റെ കോളറിൽ എവിടെയെങ്കിലും ടാഗ് ചെയ്തിട്ടാ മതി. അടിപൊളി. അപ്പൊ നിങ്ങളുടെ ആ വില അവിടെ ഉയർന്നു നിൽക്കും, തെളിഞ്ഞു നിൽക്കും. ഒരുപാട് സംഭവം നോക്കി, അവസാനം കോട്ട് വരെ ഇട്ട് നോക്കി, എന്നിട്ടൊന്നും കോട്ടുമായിട്ടിട്ട് കാര്യമില്ലല്ലോ. ഭാര്യ കോട്ടുമായിട്ടാ വാനാട്ടം ഉണ്ടെങ്കിൽ ഉള്ള വിലയോടെ പോകും. കോട്ടുവായല്ല, കോട്ട് വരെ ഇട്ട് നോക്കി. ആ കോട്ട് കോട്ട്. ഈ സമ്പന്നൻ എന്ന് പറഞ്ഞിട്ട് ഇത്ര പൈസ നിങ്ങൾക്ക് എവിടെ നിന്നാണ്? ദുബായ് പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്. നമ്മുടെ നാട് ദുബായ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ദുബായ് താമസിക്കണമെങ്കിൽ ദുബായ് താമസിക്കണം. നിങ്ങളടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ ദിവസവും നിങ്ങൾ ദുബായിലൊക്കെ പോയിട്ട് പറഞ്ഞ ടീമുകൾ. ഞങ്ങൾക്ക് അറിയാൻ പറ്റാത്ത പ്രത്യേകത ഉണ്ടെങ്കിൽ അത് കേൾക്കണമെന്നുണ്ട് ഞങ്ങൾക്ക്. പറ എന്തൊക്കെയാണ്? അതൊന്നുമല്ല, താമസിക്കുന്നെങ്കിൽ നമ്മൾ ദുബായിൽ തന്നെ താമസിക്കണം. ഇവിടത്തെ പോലല്ല. നമ്മുടെ നാട്ടിലിപ്പോ ഒരു പേഴ്സ് കളഞ്ഞു പോയി, കിട്ടുമോ? അത് നിങ്ങളുടെ കിട്ടില്ല, നിങ്ങളെ ആൾക്കാരുടെ കിട്ടത്തില്ല. നമ്മുടെ നാട്ടിൽ ഒരു പേഴ്സ് പോയാൽ അത് കിട്ടില്ല. പക്ഷെ ദുബായിൽ അങ്ങനല്ല, അവിടെ കിടക്കും. പേഴ്സല്ല, നമ്മളവിടെ കിടക്കും. കാരണം അവിടെ ഡോക്യുമെന്റ് മൊത്തം ആ പേഴ്സിനകത്തല്ലേ, കിട്ടൂല. ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്താണ്? ഇങ്ങോട്ട് വന്ന കാര്യം നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്ത് ഹെൽപ്പ്? ഇത്രയും കാശുള്ള ആൾക്ക് ഞങ്ങൾ എന്തോടെ ഹെൽപ്പ് ചെയ്യുന്നത്? അല്ല, പറഞ്ഞല്ലോ, ഭാര്യയുടെ മുമ്പിൽ ഒരു വിലയില്ലേ. അപ്പൊ നിങ്ങളുമായിട്ട് ഞാൻ ഭയങ്കര സൗഹൃദമാണ് എന്ന് ഒന്ന് നിങ്ങളൊന്ന് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ മുമ്പിൽ എനിക്കൊരു വിലയുണ്ടാവും. അതിനെ പറ്റിയ സ്ഥലം ഇവിടെ അല്ല, വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി പറയണം. അയ്യോ, പൈസയുടെ കാശിന്റെ കാര്യം നോക്കണ്ട. അല്ലെങ്കിൽ തന്നെ ചേട്ടാ, നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. വിശ്വസിക്കും, ഇല്ലെന്ന് വിശ്വസിക്കത്തില്ല. ഞാൻ സമ്പന്നനാണല്ലോ, വിശ്വസിക്കും. നമ്മൾ തമ്മിൽ എയർപോർട്ടിൽ വെച്ച് കണ്ട് ഒരു പാസ്പോർട്ടിന്റെ എന്തോ ഒരു വിഷയം, അങ്ങനെ ഞാൻ വന്ന് സഹായിച്ചു, അത് റെഡിയായി. ചേട്ടൻ വന്ന് എന്നെ സഹായിച്ചെന്ന് ഞാൻ പറയണം, നിങ്ങളുടെ സഹായിച്ചെന്ന് പറയണം. അങ്ങനെ പറഞ്ഞപ്പോ ഭാര്യയുടെ മുമ്പിൽ എനിക്കൊരു വിലയുണ്ടാവും, മനസ്സിലായി. പിന്നെ സാർ വിളിച്ചാൽ സുധി സാർ. ഓ, അങ്ങനെയാണോ നിങ്ങളുടെ പേര്? അങ്ങനെ അങ്ങനല്ല, വിളിച്ചു കഴിഞ്ഞാൽ കുറെ കൂടെ വില എനിക്ക് കിട്ടുമല്ലോ. പിന്നെ ഉല്ലാസിനെ നമ്മൾ ലുലു മാളി വെച്ച് കണ്ടു. ഒരു ഡയറക്ടറെ ഞാൻ ഉല്ലാസിന് പരിചയപ്പെടുത്തുന്നു. ക്ലീറ്റസ് എന്ന സിനിമയിൽ അങ്ങനെയാണ് ചാൻസ് കിട്ടിയത്. സുധി സാർ പറഞ്ഞിട്ടാണ്. ഇതൊക്കെ നിങ്ങൾ പറയാം, പക്ഷെ നമുക്ക് എന്താണ് പ്രയോജനം അല്ലേ? കാശിന്റെ കാര്യമാണ് നോക്കണ്ട, കാശിന്റെ കാര്യം നോക്കണ്ട. പിന്നെ അതുപോലെ കിട്ടുമല്ലേ? നെൽസൺ സ്പാനിഷ് മസാല അഭിനയിക്കാൻ പോയപ്പോ കാശിന് കുറച്ച് ഷോർട്ടേജ് വന്നു, സുധി സാർ സഹായിച്ചു, ട്രാൻസ്ലേറ്റ് ചെയ്തു. അല്ല, അതെ ഞാൻ പറയാം, പക്ഷെ പൈസയുടെ ഓക്കെ ആണോ? നോക്കണ്ട, കാശിന്റെ കാര്യം നോക്കണ്ട. പൈസ ഉണ്ടല്ലോ, പൈസ ഉള്ള ആളെ പിന്നെ നമുക്ക് പറയാം. ഇപ്പൊ ഇയാളുമായിട്ടൊരു പരിചയം. ചില ഇപ്പൊ വലിയ വലിയ ഹിന്ദി സിനിമാ നടന്മാരൊക്കെ ഈ കല്യാണത്തിന് പൈസ പിടിച്ചിട്ട് അതുപോലെയുണ്ട്. അതുപോലെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഭാര്യ വിളിച്ചത് കാശ് കിട്ടുമല്ലോ, കാശ് കിട്ടുമല്ലോ. പൈസയുടെ കാര്യം നോക്കണ്ട. വിളിക്കാണേ സന്ധ്യേ, ബാ. സുധിയേട്ടാ, 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 സുധിയേട്ടാ. ആദ്യം നമ്മൾ പെട്ടെന്ന് വിളിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള വില പോകും. നമസ്കാരം. ഒരു ബിസിനസ് ഇരിക്കും സാറേ, പ്രോഗ്രാം കാണാൻ വന്നാണെങ്കിൽ ഇരിക്കും സാറേ. എന്റെ ചേട്ടൻ അറിയാമോ എല്ലാവർക്കും? പിന്നെ സാറേ, അയ്യോ ചെയർ എടുപ്പിക്കാം സാർ. അതെ, ചെയർ എടുപ്പിക്കാം. വിളിക്കുന്നവരൊക്കെ
ഇല്ല, കല്യാണം എന്തായാലും പറയാത്ത മോശമായി പോയി. കല്യാണം പറയാത്ത മോശമായി പോയി. ഞാൻ പറഞ്ഞിരുന്നു കല്യാണം എന്റെ ചേട്ടൻ പറഞ്ഞാ ഇല്ല, കല്യാണം പറഞ്ഞില്ല. അത് ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വരില്ലേ? കല്യാണം പറയാത്ത മോശമായി ഇവരൊക്കെ പോയി. ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ രാവിലെ തന്നെ മെസ്സേജ് അയച്ചിരുന്നു. എനിക്കോ? ആ വിളിച്ചിരുന്നു, 3 പേരും വിളിച്ചിരുന്നു. പറഞ്ഞത് കുഴപ്പമില്ല, നോ പ്രോബ്ലം. ചേട്ടാ ഇവരെയൊക്കെ എങ്ങനെ പരിചയം ചേട്ടാ? അപ്പൊ നീ ഇന്ന് രാവിലെ മമ്മൂട്ടി വിളിച്ചറിഞ്ഞില്ല? സ്റ്റോറി പറഞ്ഞു ഞാൻ മമ്മൂലായിരിക്കും വിളിച്ചത്. ചേട്ടാ ഇത്രയും പരിചയം ചേട്ടൻ എങ്ങനെ കിട്ടി ചേട്ടാ ഇവരെയൊക്കെ? പ്ലീസ് 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 പറ ചേട്ടാ. അശ്വതി എങ്ങനെ പരിചയം ചേട്ടാ? അയ്യോ, അത് ഞാൻ പറയാം ചേച്ചി. അതായത് ഞാന് ഈ അടുത്ത ദിവസേ പാസ്പോർട്ടിന് ഒരു ചെറിയ ഇഷ്യൂ ആയിട്ട് എയർപോർട്ടിൽ ഇങ്ങനെ നിൽക്കായിരുന്നേ. അപ്പൊ ചേട്ടാ അല്ല, ഞാൻ പറയാം. അപ്പൊ എമിഗ്രേഷനിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോ പെട്ടെന്ന് സുധി സാർ അവിടെ വരികയും അത് ക്ലിയർ ചെയ്ത് തരികയും ചെയ്തു. ഇതൊക്കെ അതെ. പൂവല്ലേ, വിളിച്ച് പറയല്ലേ. അതിനിപ്പോ എന്താ, ഒരു സഹായം ചെയ്ത ആളെ നമ്മൾ അത് പറയണമല്ലോ എവിടെയാണെങ്കിലും. ചേട്ടൻ എങ്ങനെ പരിചയം ചേട്ടാ? അത് ഞാൻ സാറിന് നേരത്തെ എനിക്ക് പറയട്ടെ ചേട്ടാ, പറയട്ടെ ചേട്ടാ. സാറ് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളൂ ചേട്ടാ. അറിയട്ടെ. മാറ്റർ ലുലുമാളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സാറും ഒരു ഡയറക്ടർ ഇവിടെ വന്നു. ഒരു സിനിമയുടെ ഡയറക്ടറായിട്ട് വന്നു. അപ്പോൾ സാർ എന്നെ ആ ഡയറക്ടർക്ക് പരിചയപ്പെടുത്തി. സാറിന്റെ സുഹൃത്താണ് ഡയറക്ടർ. അങ്ങനെ സാറിന്റെ സിനിമയിൽ എനിക്കൊരു വലിയൊരു വേഷം കിട്ടി. എന്റെ ചേട്ടനാ സുസാർ കാരണമാണ് അത് കിട്ടിയത്. വേഷം വാങ്ങിച്ചെന്നാ? ആ വിഷമല്ല, വേഷം. ചേട്ടാ ചേട്ടനെ ലുലുമാളിൽ കയറ്റിയാ? പ്ലീസ് സുല്ലു, ഇതൊന്നും പറയല്ലേ പ്ലീസ്. ലുലുമാൾ, ഉല്ലു അല്ല, ലുലുമാൾ. ചേട്ടനെ കയറ്റിയേട്ടാ? എന്നെ കേറ്റിയാ? അല്ല അവിടെ കേറിയാ? പിന്നെ നോ പ്രോബ്ലം. ചേട്ടൻ എങ്ങനെയാ പരിചയം എന്റെ ചേട്ടന്? അത് പിന്നെ ഈ സ്പാനിഷ് മസാല സിനിമയിലെ പിന്നെ നെല്ലോ, ബെല്ലേന്നു ബെല്ലല്ല നെല്ലോ പ്ലീസ്. അതെ അതെ. അപ്പോൾ ഈ ബാങ്ക് ബാലൻസ് കുറേ വേണം, നിങ്ങൾ നമുക്ക് വിസ അവിടെ കിട്ടത്തുള്ളൂ. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ സാറിനുമായിട്ട് അങ്ങനെ അദ്ദേഹം എന്നെ കണ്ട് സംസാരിച്ചപ്പോൾ എന്നെ ഇങ്ങനെ വിഷമം പറഞ്ഞു. അപ്പൊ പിന്നെ അദ്ദേഹം ഉടനെ കാതി കിടന്ന അതാണ് കാറി കിടന്ന ചെക്ക് എടുത്തോണ്ട് വന്നിട്ട് എനിക്ക് പൈസ എന്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നു. അങ്ങനെയാണ് ഞാൻ പോയത്, അല്ലെങ്കിൽ പോകാൻ പറ്റില്ലായിരുന്നു. അതൊക്കെ നമ്മൾ എപ്പോഴും നന്ദിയോടെ നമ്മൾ ഓർക്കേണ്ടതാണ്. നമുക്ക് അതുപോലെ സഹായം ചെയ്ത ആളാണ്. ഇതൊക്കെ എന്റെ ചേട്ടനാണ് ചേട്ടാ ചെയ്തത്. ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ ചേട്ടാ? വേണ്ട ചേട്ടാ. എന്നാലും അശ്വതി കല്യാണം വിളിച്ചതല്ലേ, ഒന്ന് വന്നൂടായിരുന്നു? അതെന്താ മെസ്സേജ് ഞാൻ ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോഴാ കണ്ടത്. ഞാൻ കണ്ടില്ലായിരുന്നു. 3 പേരെ ഞാൻ വിളിച്ചായിരുന്നു. കല്യാണം വിളിച്ചത് വാട്സാപ്പിൽ മെസ്സേജ് ചേട്ടാ 3 പേരെ കല്യാണം വിളിച്ചാ? 3 പേരെ ഞാൻ വിളിച്ചായിരുന്നു. നമ്മൾ കണ്ടില്ലായിരുന്നു, മെസ്സേജ് കണ്ടില്ല. മെസ്സേജ് കണ്ടില്ല? ഇല്ല, കണ്ടില്ലല്ലേ? സമയമില്ല. അല്ല, ഒത്തിരി മെസ്സേജ് വരുന്നതാണല്ലോ. മെസ്സേജ് വരുന്നതാണല്ലോ. എയർപോർട്ടിൽ കിടന്ന് തേരാ പാര അലഞ്ഞ് നടന്നപ്പോ എന്റെ ചേട്ടനെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് സഹായിക്കാൻ. എന്നിട്ട് എന്റെ ചേട്ടൻ കല്യാണം വിളിച്ചപ്പോൾ നിങ്ങൾക്കൊന്ന് വരാൻ വയ്യ അല്ലേ പെണ്ണുപിള്ളേ? അല്ലേ? എന്റെ കല്യാണത്തിന് വന്നിരുന്നെങ്കിലേ എന്റെ ആ ക്ലബിലെ ലേഡീസിന്റെ മുമ്പിൽ എനിക്കൊന്ന് ആളാമായിരുന്നു. അത് ഈ പെണ്ണുപിള്ളായിട്ടില്ലാതാക്കിയ മനുഷ്യ. ഇനി എനിക്ക് സെൽഫി ഒന്നും എടുക്കണ്ട നിങ്ങളുടെ മുമ്പിൽ. നെൽസോ എന്ത്? അല്ല എന്റെ ചേട്ടൻ കല്യാണം വിളിച്ചല്ലോ, സ്പാനിഷിന് പോവാൻ വേണ്ടി തോർത്ത് വിരിച്ച് പിച്ച അണ്ടിക്കൊണ്ട് നടന്നപ്പം എന്റെ ചേട്ടൻ തന്ന പൈസ ചെക്കല്ലേ നിങ്ങൾ സ്പാനിഷ് പോവേടെ ആയത്? അതിനല്ലേ നിങ്ങൾ ഒരു സിനിമ നടനായത്? ഇനി നിങ്ങളെ ഒരു സിനിമ പോലും ഞാൻ കാണൂല. പുള്ളി പറഞ്ഞിട്ട് ഞങ്ങള് നിങ്ങൾ എന്റെ ചേട്ടൻ വിളിച്ചാ നിങ്ങൾക്കും വരാൻ വയ്യ കല്യാണത്തിന് അല്ലേ? ഡയറക്ടറെ പരിചയപ്പെടുത്താൻ എന്റെ ചേട്ടൻ വേണമായിരുന്നാ? വേണമായിരുന്നാ? എന്നിട്ട് നിങ്ങൾക്കൊന്നും വയ്യേ എന്നെ കല്യാണത്തിന് വരാൻ? എന്റെ ചേട്ടന് നിങ്ങളൊന്നും ഒരുപാട് സാറൊന്ന് പറഞ്ഞേ സാറേ, ഇങ്ങോട്ട് സാറേ, ഇങ്ങോട്ട് പാടൂ. പുലികളി എനിക്ക് പോണല്ലോ. എവിടുന്ന് കിട്ടിയ സാധനത്തിന് നിങ്ങൾക്ക്? ഇത്ര ആക്ഷേപം പറയുന്നത് ഇയാള് നേരത്തെ പറഞ്ഞായിരുന്നോ? അറിഞ്ഞ അവളിങ്ങനെയൊക്കെ പറയും. അപ്പൊ പറഞ്ഞതിന്റെ അതിന്റെ കാര്യങ്ങളുണ്ട്. വെറും കച്ചടയാണല്ലോ. ഇനി ഇയാള് പറഞ്ഞ പൈസക്കൊന്നും നിൽക്കത്തില്ല. ഇനി ഞങ്ങൾ പറയും എമൗണ്ട്, അത്ര എമൗണ്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. പൈസ വെച്ചിട്ട് പോയാൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ ഇവിടെ ഇനി നടക്കത്തില്ല. കാശ് വെച്ചിട്ട് പോയാൽ മതി. അത് നമ്മുടെ ഡീലിങ്ങിന്റെ തുടക്കം ആദ്യമേ ഞാൻ പറഞ്ഞാണ്. പൈസ തരാന്നല്ലേ പറഞ്ഞത്? അല്ല, കാശിന്റെ കാര്യം നോക്കണ്ട, കിട്ടൂല.